ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചീറ്റ് ഡേയെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവരും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കേട്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും ചീറ്റ് ഡേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുന്നത്, ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അവരവർക്ക് മനസ്സിന് സന്തോഷം തരുന്നതും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കുമല്ലോ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അപ്പം ഈ ചീറ്റ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം അവർ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ളവരും അവരെ ഹാപ്പി ആക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ദിവസത്തെയാണ് ചീറ്റ് ഡേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചീറ്റ് ഡേ ചിലർക്കത് നല്ലതാകും, ചിലർക്കത് ചീത്തയായിട്ടും എന്താ പറയുന്ന ബോഡി റെസ്പോണ്ട് ചെയ്യും. നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലതായിട്ടാണ്. കാരണം എന്താ പറയുന്നത്, രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ചീറ്റ് ഡേ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ വെയിറ്റ് ലോസ് എടുക്കുന്നത് തന്നെ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്തെന്ന് പറയുന്നത്, ശനിയാഴ്ച ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാവല്ലോ എന്ന്, എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിക്കാവല്ലോ എന്ന് കരുതിയായിരിക്കും ഞാൻ ഇത്രയും ദിവസം ഡയറ്റ് എടുക്കുന്നത്. അതെനിക്ക് ആക്ച്വലി ഒരു മോട്ടിവേഷൻ പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം അപ്പം ഇന്ന് ഇത്രയും ദിവസം ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ച എനിക്ക് കഴിക്കാമല്ലോ, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കഴിക്കാമല്ലോ, അങ്ങനെ ഒരു രീതിയിൽ എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഈ ചീറ്റ് ഡേയെ കുറിച്ച് എനിക്കുള്ളത്. അങ്ങനെ ഫീലിംഗ് ഉള്ള മിക്കവാറും പേരും കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചീറ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം മുന്നിൽ കണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നത് അത് ആക്ച്വലി നല്ലതാണ്. നമ്മുടെ മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടും. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ചീറ്റ് ഡേ, ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഒരു ചീറ്റ് ഡേ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം, എനിക്ക് അതൊരു ഗുണമായിട്ട് തോന്നിയിരിക്കുന്ന വേറൊരു കാര്യം എനിക്കുണ്ടായത്, ഞാൻ ഈ വെയിറ്റ് ലോസ് ജേർണി ആദ്യം തുടങ്ങുമ്പം, അത് 2021 ആദ്യം തുടങ്ങുമ്പോഴത്തേനും ഒരു രണ്ട് മാസം, ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 2-3 കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് എൻ്റെ വെയിറ്റ് സ്റ്റക്കായി. അങ്ങനെ ഞാൻ ഒരേ രീതിയിൽ തന്നെയുള്ള ഫുഡ് കാര്യങ്ങൾ ഒരേ പാറ്റേണിലാണല്ലോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വെയിറ്റ് സ്റ്റക്കായി, എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെയുള്ള വെയിറ്റ് ലോസ് വീഡിയോസ് ഒക്കെ കാണുമ്പം ഞാൻ കേട്ട ഇങ്ങനെ ഒരു ചീറ്റ് ഡേയെ പറ്റി. അപ്പോഴാണ്, ആ സമയത്ത് ഞാൻ ചീറ്റ് ഡേ എടുത്തിട്ടില്ല. ആ ഒരു 2 മാസം ഒന്നും തുടക്കത്തിൽ ഞാൻ ചീറ്റ് ഡേ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഈ ചീറ്റ് ഡേ പറ്റി ഞാൻ അറിയുന്നതും, അങ്ങനെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് റീസെറ്റ് ആകുമെന്ന് ഞാൻ കേട്ടു. മീൻസ് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു വെയിറ്റ് സ്റ്റക്ക് ആകുന്ന കാര്യത്തിൽ എന്താ പറയുന്നത്, കാര്യത്തിൽ നിന്ന് ഒരു മാറ്റം വരും. കാരണം ഒരേ രീതിയിൽ ഒരു 2 മാസമൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആയിട്ട് പിന്നെ അതൊരു വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ഒരു കാര്യത്തിലേക്ക് വരും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചീറ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തതും എൻ്റെ ആ ഒരു വെയിറ്റ് സ്റ്റക്ക് ആകുന്ന ഒരു കാര്യം മാറിയതും. അത് എൻ്റെ ബോഡിക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ്. എൻ്റെ ബോഡി അതിന് ആ ഒരു നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്തു. ചിലരുടെ ബോഡി അത് നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. ചിലർക്ക് ചിലപ്പം വലിയ മാറ്റമൊന്നും വരത്തില്ലായിരിക്കും. ചിലർക്ക് ഈറ്റിംഗ്, നമ്മളിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഈറ്റിംഗ് പാറ്റേണിൽ ആ ഒരു റേഷ്യോയിലൊക്കെ ഒരു മാറ്റം വന്നാലേ ചിലപ്പം എന്താ പറയുന്ന അത് ആ ഒരു എന്താ പറയുന്ന ആ ഒരു വെയിറ്റ് സ്റ്റക്ക് മാറത്തുള്ളായിരിക്കും. ഈ ചീറ്റ് ഡേ എടുത്തുകൊണ്ട് കാര്യമില്ലാത്തവരും കാണും, ഉണ്ടെന്നാണ് പറയുന്നത്. ബോഡി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആണല്ലോ. അപ്പം അവരവരുടെ ബോഡി പ്രതികരിക്കുന്ന പോലെ ഇരിക്കും. അപ്പം എനിക്ക് ഇങ്ങനെ 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചീറ്റ് ഡേ എടുക്കുമ്പം ഉണ്ടായിരിക്കുന്നത്. ഇനിയും ചീറ്റ് ഡേ എടുക്കുന്നത് കൊണ്ടുള്ള ദോഷമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലര് ഈ ചീറ്റ് ഡേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ, മീൻസ് ആ വെയിറ്റ് ലോസിന്റെ കാര്യം അങ്ങ് വിട്ടുപോകും. ആ ഒരു ചീറ്റ് ഡേയിൽ ആ ഒരു മീൽ എടുത്ത് ആ ഒരു ചീറ്റ് ഡേയിൽ ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുവരെ പോയിരുന്ന ആ ഒരു കൺട്രോൾ അങ്ങ് പോകും. പിന്നുള്ള ദിവസങ്ങളെല്ലാം അവർക്ക് ഒരു ചീറ്റ് ഡേ ആയിരിക്കും. അങ്ങനെ വരുന്നവരുണ്ട്. അത് ഭയങ്കര ദോഷമാണ്. അത്രയും ദിവസം നമ്മളിപ്പം കുറച്ചൊക്കെ നമ്മുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു കാണും, അപ്പോഴായിരിക്കും ഇവർ ഈ ചീറ്റ് ഡേ എടുക്കുന്നത്. ആ ചീറ്റ് ഡേ എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പല വീഡിയോകളിലും പറയുന്നത്, ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെന്റൽ കൺട്രോൾ നമുക്ക് വേണമെന്ന് പറയുന്നത് കൊണ്ട്, ഫുഡിനോടുള്ള ഒരു മെന്റൽ കൺട്രോൾ വേണം, എങ്കിലേ അത് സക്സസ് ആയി പോകാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊരു ചീറ്റ് ഡേ നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ആക്ച്വലി നല്ലതാണ്. ഇടയ്ക്കൊരു ചീറ്റ് ഡേ എടുക്കുന്നത് അത് അവരെ ഒന്ന് ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരു സന്തോഷം കിട്ടും അങ്ങനെ ഒരു ചീറ്റ് ഡേ എടുക്കുമ്പോൾ. അപ്പം ആ ഒരു ദിവസമേ അത് നിൽക്കാവുള്ളൂ.
അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ അതങ്ങ് വിടണം, വീണ്ടും നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് വരണം. അത് ചിലർക്ക് എന്താ പറ്റത്തില്ലായിരിക്കും അങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട്. അത് വേറൊരു കാര്യമാണ്. പിന്നെയുള്ള ഒരു കാര്യം, ഇങ്ങനെ നമുക്ക് കല്യാണങ്ങൾ, വെഡ്ഡിങ് പാർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ദിവസം അങ്ങ് ചീറ്റ് ഡേ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് എന്താ പറയുന്നത്, ഡയറ്റാന്ന് വെച്ചാൽ ഒന്നും കഴിക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. നമുക്ക് ആ ഒരു ദിവസം അങ്ങ് ചീറ്റ് ഡേ ആക്കിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പം ചീറ്റ് ഡേ എടുക്കാത്ത ചിലരുണ്ട്. ചീറ്റ് ഡേ എടുക്കാത്ത ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ചിലർക്ക് പേടിയായിരിക്കും ചീറ്റ് ഡേ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങാനും ഈ പറഞ്ഞ പോലെ എങ്ങാനും ചീറ്റ് ഡേ എടുത്തിട്ട് നമ്മൾ ഈ 2-3 കിലോ കുറഞ്ഞത് വീണ്ടും അത് കൂടുവോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുമോ, വെയിറ്റ് ലോസ് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുള്ളവർ ഈ ചീറ്റ് ഡേ എടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോവും. ഇങ്ങനൊരു എന്താ പറയുന്നത് മാറിപ്പോവും. നമ്മൾ അത്രയും നാള് ചെയ്തത് അങ്ങ് എന്താ പറയുന്നത്, വെള്ളത്തിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു ചീറ്റ് ഡേ എടുത്തു കഴിഞ്ഞ് പിന്നെ അതിന് മുമ്പ് വരെ എടുത്ത ആ വെയിറ്റ് ലോസ് ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചീറ്റ് ഡേ എടുക്കുന്നവര് ചിലപ്പം ആ ഒരു ഡേ ഫുൾ അങ്ങ് എന്താ പറയുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കഴിച്ചു കൂട്ടും. അത് നമ്മുടെ വയറിന് ബ്ലോട്ടിങ് ഉണ്ടാക്കും. നമ്മുടെ ഹങ്കർ മറ്റേ ക്രേവിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവനും അങ്ങ് ആ ഒരു ചീറ്റ് ഡേ ആന്ന് പറഞ്ഞ് കണ്ടതെല്ലാം അങ്ങ് പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങ് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ക്രേവിങ്സ് കൂടത്തേ ഉള്ളൂ. അപ്പം അതിനും ഒരു ലിമിറ്റ് വെക്കണം. അപ്പം എപ്പോഴും ചീറ്റ് ഡേയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ചീറ്റ് മീൽ ആയിരിക്കും. ഒരു ചീറ്റ് മീൽ എടുത്ത് അങ്ങ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഞാൻ ആക്ച്വലി പൊതുവെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ചീറ്റ് മീൽ എടുക്കുക. എന്താ പറയുന്നത്, ഇപ്പം പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു പൊറോട്ടയും ബീഫും പിന്നെന്താ മധുരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമും കഴിച്ച് അതങ്ങ് അവസാനിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ പിസയും ബർഗറും ഒക്കെ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ആ പിസയും ബർഗറും കഴിക്കുക. അല്ലെങ്കിൽ എന്താ പറയുന്നത് പായസം കുടിക്കാൻ അതിന്റെ പുറത്തേക്ക് പായസം കുടിക്കുക. അങ്ങനെയൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും ഈ ഓവർ ഈറ്റ് ചെയ്യാന്ന് പറയാം. അങ്ങനെ ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോട്ടിങ് ഉണ്ടാകും. പിന്നെ പിറ്റേ ദിവസവും ആ ഒരു ക്രേവിങ്സ് നിൽക്കും എന്നാ പറഞ്ഞത്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ് ഉള്ള കാര്യങ്ങളും ആയിരിക്കും മെയിൻ ആയിട്ടും, അല്ലെ? നമുക്ക് ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്. പൊറോട്ടയും ബീഫും, പൊറോട്ട എന്ന് പറയുന്ന മൈദയാണ്. ഒരു എന്താ പറയുന്ന ഒന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണം ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുപോലെ ഷുഗറി ആയിട്ടുള്ള ഐസ്ക്രീം ആണെങ്കിൽ തന്നെ എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റും ഷുഗറും കൂടുതലുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റും ഷുഗറും നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് കൂടുമെന്നാ പറയുന്നത്. നമുക്ക് എന്താ പറയുന്നത് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാനുള്ള ആ ഒരു ക്രേവിങ്സ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ചീറ്റ് ഡേ ആണേലും എന്താ പറയുക, ആ ഒരു ചീറ്റ് മീൽ, അങ്ങനെ ഒരു നിങ്ങൾക്ക് ആ ആഴ്ച നിങ്ങൾക്ക് കഴിക്കാൻ എന്താണോ ആഗ്രഹം അതൊരു ചീറ്റ് മീലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോഡിക്ക് ഒരു കുഴപ്പമില്ല. ആ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ പൊറോട്ടയും ബീഫും ഐസ്ക്രീമും കഴിക്കണമെങ്കിൽ ആ ഒരു നേരം പൊറോട്ടയും ബീഫും ഐസ്ക്രീമും കഴിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മീല് അങ്ങനെ ഒരു എന്താ പറയുന്നത് വലിയ ഒരു മീലിലേക്ക് പോകാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ വേറൊരു എന്താ പറയുന്ന ഒരു മീലിലേക്ക്, അതുപോലൊരു മീലിലേക്ക് പോകാതിരിക്കുക. അതും ഇനി ഈ ഒരു ദിവസം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിന് പ്രശ്നമാവുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്രേവിങ്സ് കൂട്ടും. അപ്പം ഈ പ്രോട്ടീൻ എന്താ പറയുന്നത്, ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് കുറയും എന്നാണ് പറയുന്നത്. അതിനാണ് കൂടുതലും നമ്മളെല്ലാ മീലിലും പ്രോട്ടീൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ, പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചും ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ
കാർബ് കുറച്ചിട്ട്, കാർബും ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചിട്ട് പ്രോട്ടീനും ഫൈബറും ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത് കൂടും, ക്രേവിങ്സ് കുറയും. ഇങ്ങനെയുള്ള എപ്പോഴും ഷുഗറിയും കാർബോഹൈഡ്രേറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രേവിങ്സ് കൂടുന്നത്. അപ്പം ചീറ്റ് ഡേ ആണെന്ന് പറഞ്ഞാലും ഒരു ചീറ്റ് മീലിൽ ഒതുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചീറ്റ് ഡേയെക്കാട്ടിലും ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിലും ഒരു ചീറ്റ് മീൽ, ഒരു നേരം നല്ലതായിട്ട് ഫുഡ് കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കുക എന്നുള്ളതായിരിക്കും നല്ല ഒരു കാര്യം. പിന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് അതൊരു ഭയങ്കര കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചീറ്റ് ഡേ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്കതങ്ങ് എന്താ പറയുന്നത്, അവരങ്ങ് റിഗ്രറ്റ് ചെയ്യുക, എന്താ അയ്യോ കഴിക്കണ്ടായിരുന്നു. ചിലരുണ്ടല്ലോ അങ്ങനെ ചിലരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിൽ നമുക്ക് അവർക്ക് ഹാപ്പി ആയിട്ട് എന്താ പറയുന്നത്, ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ തൊട്ട് അവർ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങുമോ, വേണ്ടായിരുന്നു, ഇനിയിപ്പോ വണ്ണം കൂടുവോ, അങ്ങനെ മനസ്സിനെ ഇട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ചീറ്റ് ഡേ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് വെറുതെ ഇതാവും, എന്താ പറയുന്നത്, വീണ്ടും അതൊരു സ്ട്രെസ്സിലേക്കായിരിക്കും പോകുന്നത്. ഈ സ്ട്രെസ്സൊക്കെ വന്ന് ഭയങ്കരമായിട്ടൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണമൊക്കെ കൂടും. അപ്പം അതുകൊണ്ട് അവർ ഈ ചീറ്റ് ഡേ അങ്ങ് സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് ഓവറോൾ ഇപ്പം നിങ്ങൾ ഡയറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചീറ്റ് ഡേ എന്താ പറയുന്നത് ചീറ്റ് ഡേ ഒന്നും എടുക്കാതെ നിങ്ങളുടെ ഡയറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിലൂടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഈ ഉള്ള കാര്യത്തിൽ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങളുടെ ബോഡി നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ഒരു കാര്യമൊന്നുമില്ല, വെയിറ്റ് ഒക്കെ പാകത്തിന് കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെയുള്ളവർ ഈ ചീറ്റ് ഡേ എടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ബോഡിയിൽ വേറെ ഒരു ദോഷവും ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ബോഡിക്കും മനസ്സിനും രണ്ടും വേണം. അവരുടെ മനസ്സിനും അവരുടെ ബോഡിക്കും പ്രത്യേകിച്ച് ദോഷമൊന്നും വരുന്നില്ലെങ്കിൽ ആ ചീറ്റ് ഡേ എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു ഡയറ്റ് അങ്ങ് കൺട്രോൾ ചെയ്ത് പോവുക, ഡയറ്റ് എന്താ പറയുക അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക, അതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ചീറ്റ് ഡേയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ചീറ്റ് ഡേ വേണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ എന്താ പറയുന്ന ഇഷ്ടമാണ്, അവരവരുടെ എന്താ മനസ്സും ശരീരവും രണ്ടും കൂടെ ഉള്ള ഒരു കാര്യമാണിത്. അപ്പം ചിലർക്ക് എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ചീറ്റ് ഡേ ഒക്കെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകും. എനിക്ക് ആ ആഴ്ചയിൽ ഒരിക്കൽ ആ ഒരു ചീറ്റ് ഡേ നോക്കി തന്നെയാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ചീറ്റ് ഡേ വേണം. പിന്നെ ഞാൻ പറയല്ലോ, പിന്നെ എനിക്ക് ആ ഒരു എൻ്റെ ബോഡി അങ്ങനെയാണ്, ഒരേ കാര്യം ഒരേ രീതിയിൽ ഫുഡ് ഇങ്ങനെ കഴിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബോഡി അങ്ങ് ഇത് ചെയ്തിട്ട് വെയിറ്റ് സ്റ്റക്ക് ആവും. അപ്പം അതിൽ നിന്ന് എനിക്കൊരു ഇത് തന്നത് ചീറ്റ് ഡേയും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണല്ലോ ഞാൻ എടുക്കുന്നത്. അപ്പം ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ മാറ്റിയപ്പോഴത്തേനും അതങ്ങ് ശരിയായി. അപ്പോ എന്താ പറയുന്നത്, വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവര് ഇതുവരെ ചീറ്റ് ഡേ ചെയ്യാത്തവർ കാണുമല്ലോ, ചെയ്യാത്തവര് അവർക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, മീൻസ് അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ദിവസം അവർക്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴും ഒക്കെ എടുക്കുക. പക്ഷെ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആ ഒരു ദിവസം ഒരു മീലിൽ ഒതുക്കാൻ സാധിക്കണം. അതായത് ചീറ്റ് മീൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒതുക്കാൻ സാധിക്കണം. എന്നിട്ട് അത് പിറ്റേ ദിവസം ആവുമ്പോൾ അതും ആലോചിച്ചിരിക്കല്ല, നമ്മൾ വീണ്ടും ആ ഒരു വെയിറ്റ് ലോസ് ഡയറ്റിലേക്ക് വരണം. അല്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും, അതുവരെ എടുത്ത ഡയറ്റൊക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു ദിവസമേ ഉള്ളൂ, ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുന്നവരെ. നല്ല വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെയിറ്റ് ലോസ് മീൻസ് വെയിറ്റ് ലോസ് നല്ലപോലെ വെയിറ്റ് ഒക്കെ ഉണ്ട്, വെയിറ്റ് ലോസ് ജേർണിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എടുത്താൽ മതി ഒരു ചീറ്റ് ഡേ. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചീറ്റ് ഡേ എടുത്താൽ മതി. അല്ലാതെ ഇപ്പം എന്നെ പോലെ വെയിറ്റ് കുറഞ്ഞ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതായത് എൻ്റെ ബോഡിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും എടുത്തില്ലെങ്കിൽ അങ്ങ് എന്താ വണ്ണം വെച്ച് നമ്മൾ ഒന്നും നോക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തടി വെക്കുന്ന ഒരു ശരീരപ്രകൃതമാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കണം. അങ്ങനെ ഡയറ്റ് നോക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല, ഞാൻ വണ്ണം വെക്കും. അപ്പം
അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് വെയിറ്റ് ഇപ്പൊ എന്റെ വെയിറ്റ് കുറഞ്ഞു, എന്റെ വെയിറ്റ് ലോസ് ഞാൻ ടാർഗറ്റ് ചെയ്ത വെയിറ്റിലാണല്ലോ ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവര് ആയിരിക്കും ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചീറ്റ് ഡേ എടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ചീറ്റ് ഡേ എടുക്കേണ്ടത്. അല്ലാതെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇപ്പോഴും അവർ ടാർഗറ്റ് ചെയ്ത വെയിറ്റ് എത്താത്തവര് വെയിറ്റ് ലോസ് ജേർണി പോയിക്കൊണ്ടിരിക്കുന്നവർ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ഇപ്പം എടുക്കാത്തവര് ഞാൻ പറഞ്ഞല്ലോ, നല്ല കൺട്രോൾ വേണം, മെന്റലി നല്ലപോലെ കൺട്രോൾ വേണം. അന്നത്തെ ദിവസം ആ ഒരു ചീറ്റ് മീൽ കഴിക്കുക, പിറ്റേ ദിവസം ആ ചീറ്റ് മീൽ കഴിച്ച് അങ്ങ് തലേ ദിവസം കഴിച്ച കാര്യം അങ്ങ് മറക്കുക. എന്നിട്ട് വെയിറ്റ് ലോസിലേക്ക് വരിക. എന്നിട്ട് ഇനിയും അടുത്ത ഇത്ര ദിവസം കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫുഡ്, എനിക്കിഷ്ടമുള്ള എന്നെ ഹാപ്പി ആക്കുന്ന ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ചീറ്റ് ഡേ കുറിച്ച് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.